പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എത്ര കടുത്ത ധാരണയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ മാറ്റാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ പാക്കിന്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനായിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാകും. ഇത് മുടിയിലെ താരൻ മാറ്റാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടിയുടെ വളർച്ച ഇരട്ടിയാക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. താരനൊക്കെ മാറാനായിട്ട് വെറും ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. എത്ര വലിയ താരനൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു മുട്ടയാണ്. ഇതൊരു കോഴിമുട്ടയാണ്. മുട്ട എടുക്കുന്ന സമയത്ത് മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒക്കെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്രയും നമ്മൾ വിചാരിക്കുന്ന അത്രയും ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിന് സ്മെല്ലൊന്നും അടിക്കുകയൊന്നുമില്ല. മുട്ടയുടെ ആ ഒരു സ്മെല്ലൊന്നും നമുക്ക് വരികയൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ്. ഞാനിപ്പോൾ 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. 1ഓ 2ഓ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെല്ലിക്ക എടുക്കാവുന്നതാണ്. എത്ര എടുത്തു കഴിഞ്ഞാലും ഒരുപാട് അങ്ങ് വേണ്ട. 2ഓ 3ഓ എണ്ണത്തിൽ കൂടുതൽ നമുക്ക് വേണ്ട കാര്യമില്ല ഒരു മുട്ട എടുക്കുന്ന സമയത്ത്. ഇതിപ്പോൾ ഞാൻ 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഒരു വലിയ നെല്ലിക്കയും ഒരു ചെറിയ നെല്ലിക്കയും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസാക്കി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് പനിക്കൂർക്ക ഇലയാണ്. പനിക്കൂർക്ക ഇല എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ തലയിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കഴുകി കളയാറുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നീർക്കെട്ടൊന്നും വരെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പനിക്കൂർക്ക എടുക്കുന്നത്. 2ഓ 3ഓ നമുക്ക് പനിക്കൂർക്ക എടുക്കാവുന്നതാണ്. അത് വളരെയധികം നല്ലതാണ്. പേനിന്റെ ശല്യമൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതും കൂടിയാണിത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ആര്യവേപ്പിലയാണ്. ആര്യവേപ്പില എന്ന് പറയുമ്പോൾ നമുക്കറിയാം താരനൊക്കെ വളരെ പെട്ടെന്ന് മാറുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ആര്യവേപ്പില. അതുപോലെ തന്നെ പേനിന്റെ ശല്യമൊക്കെ ധാരാളമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ആര്യവേപ്പില ഉപയോഗിക്കുമ്പോൾ തന്നെ പേനിന്റെ ശല്യമൊക്കെ മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ ചില ആൾക്കാർക്കൊക്കെ തലയിൽ ഭയങ്കരമായിട്ട് അകാരണമായിട്ട് പേനൊന്നും ഇല്ലെങ്കിൽ കൂടിയും ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ആര്യവേപ്പില ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ചൊറിച്ചിലൊക്കെ വളരെ പെട്ടെന്ന് മാറി കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് കഞ്ഞിവെള്ളമാണ്. ഇതിപ്പോൾ തലേന്നത്തെ കഞ്ഞിവെള്ളമാണ്. തലേന്നത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതൊക്കെ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാനായിട്ട് താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും എന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തൈര് എടുക്കാവുന്നതാണ്. തൈരും വളരെയധികം നല്ലതാണ്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒരെണ്ണം കൂടി നമ്മൾ എടുക്കേണ്ടതാണ്. ഈ കഞ്ഞിവെള്ളം ഒക്കെ ആണെങ്കിൽ മുടി വളരുന്നതിന് വളരെയധികം ഉത്തമമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഈ കഞ്ഞിവെള്ളം നമ്മൾ എടുക്കുക. കഞ്ഞിവെള്ളം തലേന്നൊക്കെ ആണെങ്കിൽ നല്ല കട്ടിയിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അതാണ് കുറെ കൂടി നല്ലത്. അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് ധാരാളമായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഇത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ ഒരുപാട് വെള്ളം പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കട്ടിയായിട്ടിരിക്കണം. അതുകൊണ്ട് നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ അതിനനുസരിച്ച് വേണം. അതിന്റെ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകാതിരിക്കാനും മുടി വളരാനും ഒക്കെ ഇത് ആഴ്ചയിൽ 1 എന്ന രീതിയിൽ ഉപയോഗിക്കുന്നത്, ഈ ഒരു പാക്ക് ആഴ്ചയിൽ 1 എന്ന രീതിയിൽ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. നമുക്ക് നെല്ലിക്ക മുടി വളരുന്നതിനും സ്വാഭാവികമായി നല്ല നിറം കിട്ടുന്നതിനും ഒക്കെ വളരെയധികം നല്ല ഒന്നാണ്. നരച്ച മുടിയൊക്കെ ഉള്ളവർക്ക് സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്കൊക്കെ നിറവ്യത്യാസമൊക്കെ ഒരുപാട് നരയൊന്നും ആയി പോവാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ മുട്ടയും മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം ഉത്തമമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസിൽ ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ല. കാരണം ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഒരു ഗുണം ഉണ്ടാകുകയില്ല. ഇനി അടുത്തതായിട്ട് ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത്, നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർ വെളിച്ചെണ്ണയായിരിക്കും, ചില ആൾക്കാർ കാച്ചെണ്ണയൊക്കെ ആയിരിക്കും. അങ്ങനെ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നതെങ്കിലും ആ എണ്ണ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ എപ്പോഴും തലയിൽ ഏത് രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ
അതേ രീതിയിൽ നമുക്ക് തലമുടിയിൽ ഈ എണ്ണയൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. സ്ഥിരമായിട്ട് നമുക്ക് തേച്ച് കൊടുക്കുന്ന എണ്ണ തന്നെ തേച്ചാൽ മതി. മറ്റു പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് വേറെ എണ്ണയൊന്നും ആക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് തേച്ച് കൊടുക്കാം. ഇത് ഇങ്ങനെ തേച്ച് കൊടുക്കുക, ഈ എണ്ണ നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടയൊക്കെ ഇതിലേക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് സാധ്യതയുണ്ട്. മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുടി ഡ്രൈ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പിട്ട് നന്നായിട്ട് എണ്ണ ഉപയോഗിക്കണം. ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് പാക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ സ്കാൽപ്പിൽ നല്ല രീതിയിൽ നന്നായിട്ട് ഫുള്ളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം താരനൊക്കെ ധാരാളമായിട്ട് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ, കാരണം പെട്ടെന്ന് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ താരൻ നല്ല രീതിയിൽ റിമൂവ് ആയി പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് താരനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് മുടിയിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുടിയിൽ നല്ല രീതിയിൽ തേച്ച് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കഴുകി കളയാവൂ. അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കഴുകി കളയുന്ന സമയത്ത് നമുക്ക് മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു ഉപയോഗിക്കണമെന്നവർക്കാണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് താളി മാത്രം ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ്. ഷാമ്പു ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരിട്ട് നമ്മൾ ഒരു ഷാമ്പുവോ ഒരു പ്രാവശ്യം ഒരു പാക്ക് ഉപയോഗിച്ചിട്ടോ അല്ല പാക്ക് ഉപയോഗിക്കാതെ നമ്മൾ മുടിയിൽ ഷാമ്പു അപ്ലൈ ചെയ്യുകയാണെങ്കിലും നേരിട്ട് നമ്മൾ ഷാമ്പു മുടിയിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യരുത്. കാരണം അത് മുടിക്ക് വളരെയധികം ദോഷമാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തിത്താളി തയ്യാറാക്കും. ഇതുപോലെ നല്ല കട്ടിയായിട്ട് ചെമ്പരത്തിത്താളി തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഷാമ്പു അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നന്നായിട്ട് ചെമ്പരത്തിത്താളി തയ്യാറാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഷാമ്പുവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബേബി ഷാമ്പു ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ തേച്ച് കഴുകി കളയാവുന്നതാണ്. നെല്ലിക്കയും മുട്ടയും ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം എന്ന രീതിയിൽ ഇത് നമുക്ക് സ്ഥിരമായിട്ടൊരു 2 മാസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കുന്നതിന്. വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതുമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ.